ഇന്ന് നമുക്കൊരു കാരമൽ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ടാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാമ്പഴം, നന്നായി പഴുത്ത മാമ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. സോ നന്നായി പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാംഗോ പൾപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് മിക്സ് ചെയ്യാം. ശരിക്കും പാലോട് ചേർത്ത് വേണമായിരുന്നു അരച്ചെടുക്കേണ്ടത്, ഞാനത് മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. സോ പാലും മാംഗോ പൾപ്പും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി അടുപ്പത്തേക്ക് ചട്ടി വെച്ച് ഈ മിക്സ് അങ്ങോട്ട് ഒഴിക്കാം. അതിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് മാംഗോ പ്യൂരിയാക്കി എടുക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അത് പ്യൂരി ആകുന്ന ടൈം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വെള്ളവും ഒഴിച്ച് അത് ഉരുക്കി ക്യാരമലാക്കി എടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാൻ. പഞ്ചസാര ഉരുകി ചെറിയ ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം പുഡിങ് സെറ്റാക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ബൗളിലേക്ക് ഈ ക്യാരമൽ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി കൂടി ചേർത്ത് കൊടുക്കാം. അത് പതിയെ ഒന്ന് തട്ടി എയർ ബബിൾസ് ഒക്കെ പോയതിനു ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഒരു 3-4 മണിക്കൂർ അത് ഫ്രിഡ്ജിലിരുന്ന് സെറ്റാകട്ടെ. അതിനുശേഷം അത് പുറത്തെടുത്ത് നേരെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് കമത്താം. അതല്ലെങ്കിലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ലാസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ. ഉണ്ടാക്കി വന്നത് മാംഗോ കാരമൽ പുഡിംഗ് ആയിരുന്നെങ്കിലും ലാസ്റ്റ് അത് മാംഗോ പുഡിംഗ് മാത്രമായി. കാരമൽ അതിൽ തന്നെ കുടുങ്ങിപ്പോയി. എന്തൊക്കെ കാട്ടിയിട്ടും ആ കുന്ത അതിൽ നിന്ന് പോരുന്നുമില്ല. എന്തെങ്കിലും ആകട്ടെ, മാംഗോ പുഡിംഗ് എങ്കിൽ മാംഗോ പുഡിംഗ്, എന്തായാലും ടുട്ടൻ ഹാപ്പി.